വെൽക്കം ടു ടെക്നിക്കൽ എഡ്യൂസോൺ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ട്രേഡ്സ്മാൻ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് എത്ര പേരാണ് അപ്ലൈ ചെയ്തേക്കുന്നതാണ്. അപ്പോൾ ഇതിൽ RTI കൊടുത്ത പ്രകാരം കിട്ടിയ റിപ്ലൈ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതില് സർവേ, ട്രേഡ്സ്മാൻ സർവേ, കാർപ്പൻട്രി, ഫിറ്റിംഗ്, അതേപോലെ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് എല്ലാം, ഷീറ്റ് മെറ്റൽ എല്ലാം, നമ്മൾ IT എല്ലാം നമ്മൾ പറയുന്നുണ്ടാവും കേട്ടോ. അപ്പൊ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നമുക്ക് പറയാം. അതിനു മുന്നേ നിങ്ങൾക്ക് ഇന്നലെ നമ്മുടെ എക്സാമിന്റെ ടൈം ടേബിൾ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോ ഇതിലിപ്പം ഏറ്റവും ആദ്യം തന്നെ വരുന്നത് ഏതാണ്? ട്രേഡ്സ്മാൻ ഫിറ്റിംഗ്, അതുപോലെ ട്രേഡ്സ്മാൻ ഇലക്ട്രോണിക്സ്, ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കല്, ട്രേഡ്സ്മാൻ പ്ലംബിംഗ് ഒക്കെയാണ് ഏപ്രിൽ മെയ് ജൂൺ എന്ന് പറയുന്ന കാലയളവിൽ വരുന്നത് അല്ലെ. ഏപ്രിൽ മെയ് ജൂൺ കാലയളവിൽ ട്രേഡ്സ്മാൻ ഫിറ്റിംഗ്, ട്രേഡ്സ്മാൻ ഇലക്ട്രോണിക്സ്, ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കല്, ട്രേഡ്സ്മാൻ പ്ലംബിംഗ് അല്ലെ. അത് കഴിഞ്ഞിട്ടോ, അത് കഴിഞ്ഞിട്ട് മെയ് ജൂൺ ജൂലൈ എന്ന് പറയുന്ന കാലയളവിലോ ട്രേഡ്സ്മാൻ സർവേ, ട്രേഡ്സ്മാൻ കാർപ്പൻട്രി, ട്രേഡ്സ്മാൻ ടു വീലർ ത്രീ വീലർ മെയിൻ്റനൻസ്, ട്രേഡ്സ്മാൻ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ, ട്രേഡ്സ്മാൻ പ്രിന്റഡ് ടെക്നോളജി, ട്രേഡ്സ്മാൻ മോൾഡിംഗ് ഫോർ ഫോൺട്രി, അതുപോലെ ട്രേഡ്സ്മാൻ ഷീറ്റ് മെറ്റൽ. ഇതെന്താ മെയ് ജൂൺ ജൂലൈ എന്ന് പറയുന്ന കാലയളവിലാണ് അല്ലെ. അപ്പൊ നിങ്ങളുടെ മുമ്പിൽ അധികം സമയമൊന്നുമില്ല. അപ്പോ നിങ്ങൾ എന്താ കോമ്പറ്റീഷൻ എത്ര 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 ആൾക്കാരുമായിട്ടാണ് നിങ്ങൾ കോമ്പീറ്റ് ചെയ്യേണ്ടത് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ടാവുക. അതുപോലെ എത്ര വേക്കൻസി ആണ് റിപ്പോർട്ട് ചെയ്യുന്നുള്ള കാര്യങ്ങളും. അതുപോലെ ട്രേഡ്സ്മാൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗും അതേപോലെ ട്രേഡ്സ്മാൻ ഇൻഫർമേഷൻ ടെക്നോളജി എന്താ മെയ് ജൂലൈ എന്ന് പറയുന്ന കാലയളവിലാണ്, മെയ് ജൂൺ ജൂലൈ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇത് എന്താ വൺ ബൈ വൺ ആയിട്ട് നമുക്ക് പോവാം. അപ്പൊ നമ്പർ ഓഫ് അപ്ലിക്കേഷൻ റിസീവ്ഡ്, അപ്പൊ നമുക്ക് എന്താ ഓരോ കാറ്റഗറി നമ്പറിൽ എത്ര ആൾക്കാരാണ് പിന്നെ അപ്ലൈ ചെയ്തേക്കുന്നതെന്നും അതേപോലെ എത്ര വേക്കൻസി ആണ് റിപ്പോർട്ട് ചെയ്യുന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. അപ്പൊ 418/2023 വെച്ചാൽ ട്രേഡ്സ്മാൻ സർവേ ആണ്. അതിൽ 11,281 പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു വേക്കൻസി ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 419/2023 9,724 പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അത് ട്രേഡ്സ്മാൻ കാർപ്പൻട്രി ആണ്. അതിൽ 8 വേക്കൻസി ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇനി 420/2023 ആണെന്നുണ്ടെങ്കിൽ അത് ട്രേഡ്സ്മാൻ ഫിറ്റിംഗ് ആണ്. 17 വേക്കൻസി ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 14,451 പേര് എന്തെയാ ഈ ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി 421/2023 എന്താ ടു വീലർ ത്രീ വീലർ മെയിൻ്റനൻസ് ആണ്. അതിൽ ഒരു വേക്കൻസി ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 3,742 പേര് എന്തെയാ അതിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത 422/2023 അല്ലെ, അത് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ ആണ്, ട്രേഡ്സ്മാൻ. അപ്പൊ അതിൽ 6,331 പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിന് ഒരു വേക്കൻസി ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇനി 423/2023 വെച്ചാലോ, അതിന് 1,725 പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട് അല്ലെ. 423/2023 വെച്ചാൽ അത് ട്രേഡ്സ്മാൻ പ്രിന്റിംഗ് ടെക്നോളജി ആണ്. ഇനിയിപ്പോ അത് 424/2023 ആണെങ്കിലോ 3,639 പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട്. 424/2023 അതെന്താ മോൾഡിംഗ് ഓർ ഫൗണ്ടറി ആണല്ലോ. അതിന് 2 വേക്കൻസി ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്ത 425/2023, 425 എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ ട്രേഡ്സ്മാൻ ഷീറ്റ് മെറ്റൽ ആണ്. അതിന് 7 വേക്കൻസി ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 10,060 പേര് എന്ത് അതിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി 426/2023 എന്ന് വെച്ചാല് ട്രേഡ്സ്മാൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ആണ്. അതിന് 14 വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 14 വേക്കൻസിക്ക് വേണ്ടിയിട്ട് 6,801 പേര് എന്ത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ 427/2023 വെച്ചാൽ ട്രേഡ്സ്മാൻ ഇലക്ട്രോണിക്സ് ആണ്. അതിന് 20 വേക്കൻസി ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിന് 16,305 പേര് എന്ത് അതിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത് 428/2023 ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കൽ ആണ്. 24 വേക്കൻസി ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിന് 18,577 പേര് എന്ത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത കാറ്റഗറി നമ്പർ 429/2023 ആണ്. അത് ട്രേഡ്സ്മാൻ ഇൻഫർമേഷൻ ടെക്നോളജി ആണ്. അതിന് 3 വേക്കൻസി ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിനുവേണ്ടി 5,322 പേര് എന്ത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത കാറ്റഗറി നമ്പർ 430/2023 ട്രേഡ്സ്മാൻ പ്ലംബിംഗ് ആണല്ലേ. അപ്പൊ അതിന് 11 വേക്കൻസി ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിലെന്ത് 7,982 പേര് എന്ത് അതിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് ടോട്ടൽ ലിസ്റ്റ്. അപ്പൊ നിങ്ങൾക്ക് കോമ്പറ്റീഷൻ എത്രത്തോളം ഉണ്ടെന്നില്ല നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലെ. അപ്പൊ മെയ് ജൂൺ ജൂലൈ എന്ന് പറയുന്ന കാലയളവിൽ തന്നെ, ഏപ്രിൽ ടു ജൂലൈ എന്ന് പറയുന്ന കാലയളവിൽ തന്നെ എല്ലാ എക്സാമും ഉണ്ടാവും. അപ്പോ എല്ലാവരും എന്ത് ചെയ്യുക, മാക്സിമം എഫേർട്ടും കാര്യങ്ങളൊക്കെ എടുക്കുക. അപ്പോ ഓക്കെ. അപ്പോ ഇതിൽ കൂടുതൽ അപ്ഡേഷൻസ് ഒക്കെ എന്ത് ഈ ഒരു വീഡിയോ നമ്മൾ ഈ ഒരു ചാനൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടാവും. അതേപോലെ വേക്കൻസീസ് അധികം റിപ്പോർട്ട് ചെയ്തെങ്കിൽ അതും ഈ ഒരു ചാനൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യാം, കൃത്യമായിട്ട് ചാനൽ നോക്കുക. അതിൽ കൂടുതൽ അപ്ഡേഷൻസ് കാര്യങ്ങളായിട്ട് നമ്മൾ വീണ്ടും വരുന്നുണ്ടാവും. അപ്പൊ ഈ ഒരു വീഡിയോ നമുക്കിവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.